യെസ്, കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സ്ഥാനത്ത് നിന്നുമാണ് മധുപാൽ രാജിവെച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഭരണതലത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് രാജി എന്നാണ് മനസ്സിലാക്കുന്നത്. ഷീന മാർട്ടിൻ വിവരങ്ങൾ നൽകാനായി ചേർന്നിട്ട് കൊച്ചിയിൽ നിന്ന്. ഷീന, ഈ പറഞ്ഞതുപോലെ തന്നെ സർക്കാർ മാറി, അതുകൊണ്ടുള്ളൊരു സ്വാഭാവിക രാജിയല്ലേ? തീർച്ചയായും മനുഷ്യ ഭരണമാറ്റം അതിന് പിന്നാലെ ഉണ്ടാവുന്ന സ്വാഭാവികമായ രാജി മാത്രമാണ്. സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനാണ് ഇപ്പോൾ സ്ഥാനം ഒഴിഞ്ഞിട്ടുള്ളത്. സംവിധായകനായ മധുപാലായിരുന്നു കഴിഞ്ഞ 4 വർഷം സാംസ്കാരിക ക്ഷേമനിധി ബോർഡിനെ നയിച്ചിരുന്നത്. കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്നിറങ്ങുമ്പോൾ വൈകാരികമായ ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഭരണതലത്തിലുണ്ടായ ഭരണമാറ്റത്തെ തുടർന്നാണ് താൻ രാജിവെക്കുന്നത്. കഴിഞ്ഞ 4 വർഷ കാലയളവിൽ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിനെ കുറ്റമറ്റ രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞതായി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള ധനസഹായം ഉയർത്താൻ കഴിഞ്ഞതും അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡിൽ നടത്തിയിട്ടുള്ള ഏതെല്ലാം പ്രവർത്തനങ്ങൾ, ഏതെല്ലാം രീതിയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ എണ്ണി പറയുന്നു. 4000 രൂപയായിരുന്ന പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിച്ചതും 1100 രൂപയായിരുന്ന കുടുംബ പെൻഷനും അവശതാ പെൻഷനും 500 രൂപ കൂട്ടി വർദ്ധിപ്പിച്ച് പിന്നീട് 1600 രൂപയാക്കി മാറ്റാനുള്ള സർക്കാരിന്റെ ഉത്തരവ് നേടാനും ഒക്കെ ബോർഡിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമായി തന്നെ പറയുന്നുണ്ട്. 4600 പേർക്ക് 5000 രൂപ വീതം പെൻഷനും 375 പേർക്ക് 1600 രൂപ വീതം കുടുംബ പെൻഷനും 4 പേർക്ക് അവശതാ പെൻഷനും വിതരണം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിലിൽ എന്ന് പറയുന്നു. മറ്റ് ധനസഹായങ്ങളും വിതരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ബോർഡിന്റെ തനത് ഫണ്ടിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള എല്ലാ പെൻഷൻ ആനുകൂല്യങ്ങളും നൽകി വരുന്നത്. അതുപോലെ തന്നെ പ്രധാനമായുള്ളൊരു കാര്യം തിയേറ്ററുകളുമായുള്ള ഒരു അടുപ്പം, ആ അടുപ്പം പ്രധാനമായും ഉണ്ടാക്കിയെടുത്തിരുന്നത് മധുപാലിന്റെ സമയത്തായിരുന്ന ഒരു സംവിധായകൻ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു വ്യക്തമായ ഒരു ആശയവിനിമയം, അതിനെ തുടർന്നുണ്ടായ ഒരു കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയ സന്തോഷമായി തന്നെ മധുപാൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ശരി ഷീന.